സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. സ്ത്രീകൾക്ക് നേരെ ലൈംഗിക ചൂഷണം, സിനിമാ രംഗങ്ങളിൽ നിർബന്ധിത നഗ്നതാ പ്രദർശനം, രാത്രിയിൽ ഹോട്ടൽ മുറിയിലെ കതക് തള്ളിത്തുറന്ന് അകത്ത് കയറാൻ ശ്രമം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്തപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന കേട്ടാൽ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് പുറംലോകം അറിഞ്ഞത്. അതിക്രമം നടത്തിയ താരത്തിനൊപ്പം പിറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന ഗതികേട് പങ്കുവെച്ചതൊരു നടിയാണ്. ചാൻസ് ലഭിക്കാൻ കിടക്ക പങ്കിട്ടതിനെക്കുറിച്ചും സിനിമ നിയന്ത്രിക്കുന്ന മാഫിയ സംഘത്തെക്കുറിച്ചുമൊക്കെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ലൈംഗിക ചൂഷണം നടത്തിയ പ്രധാന താരങ്ങളെയും സംവിധായകരെയും ആരാണ് സംരക്ഷിക്കുന്നത്? അവർക്കെതിരെ പോലീസ് കേസെടുക്കേണ്ടതല്ലേ, നടപടി സ്വീകരിക്കേണ്ടതല്ലേ? സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്ന വിഷയം അതാണ്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശൻ ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഈ ഒരു സംഭവം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള പല സ്ത്രീകളുടെയും മൊഴികളടക്കം പുറത്തു വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പല ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ കഴിഞ്ഞ 4.5 വർഷത്തിലധികം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നു. മാധ്യമപ്രവർത്തകർ വിവരാവകാശം വഴി ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് പുറത്തുവിടാൻ പോലും തയ്യാറായത്. പക്ഷെ അവിടെയും പലരെയും സംരക്ഷിക്കുന്ന രീതിയിൽ സ്വകാര്യതയുടെ പേര് പറഞ്ഞ് ഈ ലൈംഗിക ചൂഷണം നടത്തിയ ആളുകളുടെ പേര് പോലും പുറത്തുവിടാതെ അതൊരു പക്ഷേ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം. പക്ഷേ ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം, പോക്സോ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്താവുന്ന കേസൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഈ പരാതി അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറാത്തത്, കേസെടുക്കാത്തത്? പോലീസ് ഈ വിഷയത്തിൽ ഏതെങ്കിലും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പോലീസ് ഒരു നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഡാൻ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR രാജത് കുമാറിനെ കൈമാറിയിരിക്കുകയാണ്. കൃത്യമായി ഒറ്റ വാചകം മാത്രമാണ് ഇമെയിൽ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുക എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഷെയ്ഖ് ദർബെ സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൈമാറിയിരിക്കുന്നത്. ആ പരാതിയിൽ എന്ത് തരത്തിലുള്ള തുടർ നടപടികളായിരിക്കും ഉണ്ടാകുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. പ്രധാനമായി എടുത്തു പറയേണ്ടത് കാര്യം, ഈ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച് നേരത്തെ മുതൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അവിടെയൊക്കെ പല ഘട്ടങ്ങളിലും നിയമ നടപടികൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇതേ സാഹചര്യം സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിന് തടസ്സം നേരിടുന്നു എന്നതാണ് ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അവിടെയാണ് ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ തരത്തിൽ പ്രതിച്ഛായ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ആരാധക വൃന്ദമുള്ള വലിയ പ്രമുഖരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായി അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അത് ഉണ്ടാക്കാനിടയുള്ള ചലനങ്ങൾ, സമ്മർദ്ദങ്ങൾ അതൊന്നും ചെറുതായിരിക്കില്ല. ഒരുപക്ഷെ സർക്കാരിനെ പോലും ഇക്കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മാറിയത് ഒരുപക്ഷെ അതുണ്ടാക്കാനിടയുള്ള ചലനങ്ങളും സമ്മർദ്ദങ്ങളുമായിരിക്കും. നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ജയിൽ ശിക്ഷ അനുഭവിച്ചു. ആ കേസിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥ അവരിപ്പോൾ തന്ത്രപ്രധാന ചുമതലകളിൽ നിന്നൊക്കെ മാറേണ്ട ഒരു സാഹചര്യമാണ് പിന്നീട് അവർക്ക് നേരിടേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും അവരുടെ ഭാഗത്ത് നിന്ന്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ വീണ്ടും സജീവ ചർച്ചയായി മാറുമ്പോൾ സ്വാഭാവികമായി എന്താണ് ഈ ചലച്ചിത്ര മേഖലയിൽ സംഭവിക്കുന്നത്? സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് കൂട്ടുനിൽക്കുന്നത് ആരാണ് ഇതിന് ഒത്താശ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നത്? ഇതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അവിടെയാണ് എന്തുകൊണ്ട് സർക്കാർ ഈ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ആരാണ് ശ്രമിക്കുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങൾ സജീവമായ ചർച്ചയായി മാറുന്നതും. ഇപ്പോൾ എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഈ ഒരു ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള റിപ്പോർട്ട് 4.5 വർഷം മുൻപ് 2019 ഡിസംബറിൽ സമർപ്പിച്ചിട്ടും ഇത് മറച്ചു വെച്ചത്, അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ചത് തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമല്ലേ? നമുക്കറിയാം, ഇതിനകത്ത് പറയുന്നത് നിരവധി ആരാധക വൃന്ദമുള്ള സൂപ്പർ താരങ്ങളുടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ ഒക്കെ പേരുകൾ പുറത്തു വന്നാൽ അത് അവരുടെ പ്രതിച്ഛായയെ ബാധിക്കും, സ്വകാര്യതയെ ബാധിക്കുമെന്നൊക്കെ. ഞാൻ ഈ ഒരു കേസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മുടെ സോളാർ കേസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ നിരവധി ലൈംഗികാരോപണ കേസായിരുന്നു. നിരവധി പ്രധാനപ്പെട്ട പല നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും
അന്നത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഉൾപ്പെടെ പേരുകൾ ഒരു ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് നമ്മളടക്കം വലിയ രീതിയിൽ വാർത്തയാക്കിയതാണ്, മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്ത വിഷയമാണ്. അവർക്കും ഇതുപോലുള്ള സ്വകാര്യത ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ അവരുടെ വിഷയമൊക്കെ എടുത്തു നോക്കിയാലും ഇതുപോലുള്ള ആരാധക വൃന്ദവും അല്ലെങ്കിൽ അണികളുമൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പ്രതിച്ഛായ ഉള്ളതല്ലേ? ഇതുപോലെ തന്നെ ഒരു ലൈംഗിക ആരോപണമാണ് ഈ കേസിലും വന്നിരിക്കുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വന്നിരിക്കുന്നത്. സിനിമാ മേഖലയിൽ കഴിഞ്ഞ കാലാകാലങ്ങളായി നടക്കുന്നൊരു ചൂഷണം, ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സിനിമാ താരങ്ങൾക്ക് മാത്രം പോരല്ലോ അവരുടെ പ്രതിച്ഛായ. കാരണം അവർ ചെയ്ത തെറ്റുകൾ പുറംലോകം അറിയേണ്ടതല്ലേ, അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? നമുക്ക് ഒരു വൈകാരികതയുടെ അപ്പുറത്ത് സ്വാഭാവികമായി അത്തരത്തിലുള്ളൊരു രോഷം ഉളവാക്കുന്ന പ്രതികരണങ്ങളൊക്കെ സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് ഈ വിഷയവുമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോടതിയുടെ മുമ്പിൽ നിയമങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമായി എടുത്തു നിൽക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ചിലർ സംരക്ഷിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം ഉയരുമ്പോൾ അവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സോളാർ വിവാദം, ടോം അല്പസമയം മുമ്പ് സൂചിപ്പിച്ച സോളാർ വിവാദത്തിൽ ഈ ഇരയായ സ്ത്രീ അവർ തന്നെ ഈ പല നേതാക്കളുടെ പേര് പരാമർശിച്ചുകൊണ്ട് പോലീസിനും മുഖ്യമന്ത്രിക്ക് മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊക്കെ നേരിട്ട് പരാതി കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ പരാതിയിന്മേലായിരുന്നു അന്ന് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണമാണ് ഒടുവിൽ CBIക്ക് കേസിൻ്റെ അന്വേഷണം കൈമാറുന്ന തരത്തിലേക്ക് എത്തിയത്. ഒടുവിൽ അത് കേവലം ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് ആരോപണ വിധേയരായിരുന്ന മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിൽ നിന്ന് മുഖം രക്ഷിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അടക്കം പുറത്ത് കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. ഇതൊരു കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. ആരാണ് ഈ പരാതിപ്പെട്ടിരിക്കുന്നതെന്നോ എന്താണ് ഈ പരാതിയിൽ വ്യക്തമായി എടുത്തു പറയുന്നതെന്നോ ആരെക്കുറിച്ചാണ് ഈ പരാതിയിൽ പറയുന്നത് എന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല നിയമപരമായി ഹേമ കമ്മീഷന്റെ മുമ്പിൽ നടത്തിയ ഈ വെളിപ്പെടുത്തലിനപ്പുറത്തേക്ക് നിയമപരമായി അവർ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നേരത്തെ നൽകിയില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മറുവശത്ത് നിന്ന് ഉയരുന്നുണ്ട്. അപ്പോഴാണ് സ്വാഭാവികമായി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ വഴിയിലേക്ക് നീങ്ങിയാൽ അവർക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ സൈബർ ലോകത്ത് നേരിടേണ്ടി വരുന്ന ഒറ്റപ്പെടലിനെക്കുറിച്ചും വേട്ടയാടലിനെക്കുറിച്ചുമൊക്കെയുള്ള ഭീതി മൂലമാണ് അത്തരം വെളിപ്പെടുത്തലുകൾ നടത്താൻ ദുരനുഭവം നേരിട്ട താരങ്ങൾ, വനിതാ താരങ്ങൾ തയ്യാറാകാതിരുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പക്ഷേ ഇനി അങ്ങോട്ട് ഈ കാര്യങ്ങൾ അങ്ങനെ മൂടിവെച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. സ്വാഭാവികമായി ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ആരാണ് ആരോപണ വിധേയരായിട്ടുള്ളവർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതല്ല എങ്കിൽ കാടടച്ച് വെടിവെക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയല്ല, ഒരാൾ ചെയ്ത കുറ്റത്തിന് ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്താൻ നമുക്കൊരിക്കലും കഴിയില്ല. നിരവധി പ്രഗത്ഭരായ താരങ്ങൾ പുരുഷന്മാരായും അത് തന്നെയാണ് ഡാൻ കുര്യൻ സൂചിപ്പിച്ചത്. പലരെയും ഇത് പല പുകമറ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് വളരെ മാന്യന്മാരായിട്ടുള്ള സിനിമാ താരങ്ങളുണ്ട്, അവരുടെ മേൽ പോലും ഇത്തരത്തിലുള്ള സംശയത്തിന്റെ നിഴൽ വീശുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഇതിൽ പോലീസ് നടപടി സ്വീകരിക്കണം, അന്വേഷിക്കണം. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പരാതിക്കാരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കേസെടുക്കാൻ കഴിയില്ല എന്നൊരു ന്യായം അല്ലെങ്കിൽ ഒരു വാദം പോലീസിന് ഉയർത്താൻ കഴിയില്ല. ഇതുപോലുള്ള ലൈംഗികാരോപണ കേസ് വന്നാൽ സുമോട്ടോ കേസെടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം പോലും ഉള്ളതാണ്. എന്തുകൊണ്ടാണ് പോലീസ് ആ കേസെടുക്കാത്തത്? അതോടൊപ്പം ഈ വിഷയത്തിൽ കാരണം 4.5 വർഷമായിട്ടും ഇത് വിവരാവകാശ കമ്മീഷൻ ഇത് മാധ്യമങ്ങൾക്ക് പോലും നൽകാൻ തയ്യാറായില്ല. 8 മാധ്യമപ്രവർത്തകർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സമീപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് പിന്നീട് പുറത്തു വന്നത്. WCCയോ മറ്റു യാതൊരു വിധത്തിലുള്ള സമിതികളോ സംഘടനകളോ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യവുമായി എന്തുകൊണ്ട് സമീപിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം. ഡാൻ കുര്യനിലേക്കും നവമി ദിനേശിലേക്കും തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതെന്ന് സംവിധായകൻ വിനയൻ. സിനിമയിൽ മാഫിയ പീഡനം ഏറ്റുവാങ്ങിയ ആളാണ് തന്നെ ഒതുക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് ഇന്നും പവർ ഗ്രൂപ്പായി നിൽക്കുന്നതെന്നും വിനയൻ ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച നടൻ ഹരീഷ് പെരടിയും രംഗത്തെത്തി. നട്ടലുള്ള ഒരു കൂട്ടം സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ് ഈ റിപ്പോർട്ട് പുറത്തുവരാൻ കാരണമായത്. ക്ലീനിങ് ആരംഭിക്കേണ്ടത് ഒഴിവാക്കപ്പെട്ട പേജുകളിലെ പേര് പുറത്തുവിട്ടുകൊണ്ട് വേണമെന്നും ഹരീഷ് പെരടി പ്രതികരിച്ചു. ഇന്നലെ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒത്തിരി വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിന്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ, ഏറ്റവും ശക്തമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ. ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ്
ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഞാനത് വാർത്തകളിലൂടെ അറിഞ്ഞാൽ നിങ്ങളാണല്ലോ ഇത് കൂടുതൽ പഠിച്ച് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പുറത്തേക്ക് വിടുന്നതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കാരണം ഒരു ചാക്കിൽ ഉപ്പാണോ പഞ്ചാരയാണോ എന്ന് അറിയാതെ മുഴുവൻ തിന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അത് നമ്മളൊക്കെ കാത്തിരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു. ഇത്ര വർഷത്തോളം 5 വർഷത്തോളം ഇത് എന്തിനാണ് പൂഴ്ത്തി വെച്ചത് എന്ന് മാത്രമേ മനസ്സിലാവൂ. ആരെ പേടിച്ചിട്ടാണ് എന്നുള്ളത് കൂടി ഇവരൊക്കെ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഇത് പുറത്തേക്ക് വന്ന സ്ഥിതിക്ക് ഇനി എതിരെയുള്ള അതിൻ്റെ പരാമർശിക്കപ്പെട്ടവർക്കെതിരെയുള്ള ഉചിതമായ നടപടികളാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ഇതിൽ പ്രസക്തമായൊരു കാര്യം. മറ്റൊരു കാര്യം, ഈ വിഷയം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഒരു പറ്റം നട്ടലുള്ള കുറച്ച് പെൺകുട്ടികളുടെ കൂട്ടായ്മയായ WCC എന്ന് പറഞ്ഞ സംഘടന ശക്തമായ അതിനൊരു പരാതി ഉന്നയിക്കും. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ ഉണ്ടാകുന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ ആയിരുന്നു ശരി എന്നതുകൂടെ വ്യക്തമാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. ക്ലീനിങ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്നറിയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മാറ്റിവെച്ച 70 പേജുകളുണ്ടല്ലോ, ആ 70 പേജുകളുടെ വരികൾക്കിടയിൽ നിന്നാണ് ആദ്യത്തെ ക്ലീനിങ് തുടങ്ങേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇരകളുടെ സ്വകാര്യതയെ മാനിച്ചത് മാറ്റിവെച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെ നിൽക്കുകയും വേണം. അതേ സമയത്ത് ആ 70 പേജുകളിൽ വേട്ടക്കാരുണ്ട്, നിറയെ വേട്ടക്കാരുണ്ട്. ആ വേട്ടക്കാർ ഓരോരുത്തരെയായി പിക്ക് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിലേക്ക് ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ ക്ലീനിങ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് WCC തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ ഏതാണ്ട് 2:30 തന്നെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നു. നിങ്ങളുടെ ഒരു സന്തോഷം പുറത്തു വന്നിരുന്നു. വലിയൊരു സന്തോഷമാണ്. സന്തോഷമുണ്ട്. ഞങ്ങൾ എത്ര വർഷമായിട്ട് ഞങ്ങൾ ആദ്യം ഫോം ചെയ്ത സമയത്ത് തന്നെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു കമ്മിറ്റി വേണം. കാര്യം ഒരുപാട് റൂമേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും ഇത് പഠിച്ചിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. സ്ത്രീകൾ തന്നെ സംസാരിച്ചിരിക്കുന്ന, പുരുഷങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫാക്ച്വൽ ബേസിസ് ആണ് ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഞങ്ങൾ പറയുന്ന വെറും ഒരു ഹിയർസേ അല്ലെങ്കിൽ റൂമേഴ്സ് അല്ല, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കും. കുറേ വെല്ലുവിളികൾ ഉണ്ടായിരുന്നത് പുറത്തു വരാൻ, അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഉറപ്പായിട്ട് ഇതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ആദ്യം മുതൽ WCC പറയുന്നു നമുക്ക് ഈ ഫൈൻഡിങ്സ് മതി, നമുക്ക് പേരുകൾ വേണ്ട, നമുക്ക് ആരെന്ത് ചെയ്തു എന്നല്ലേ അറിയേണ്ടത്, ഇതൊക്കെ എന്തോ നടക്കുന്നതെന്ന് നമുക്കറിയണം. അതുകൊണ്ട് റെക്കമെൻഡേഷൻസ് മാത്രം പോരാ, നമുക്ക് ഫൈൻഡിങ്സ് വേണം. ഈ കമ്മിറ്റി എന്തോ കണ്ടുപിടിച്ചിരിക്കുന്നു, അതിൻ്റെ ഒരു പോരാട്ടമായിരുന്നു. അത് ഒരു ഡിഫിക്കൽട്ട് ടൈം ആയിരുന്നു വാസ്തവത്തിൽ. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതിനൊരു അടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇങ്ങനൊരു റെക്കമെൻഡേഷൻസ് വരികയോ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആക്ഷൻസിലേക്ക് കൂടി പോകണ്ടേ? ഉറപ്പായിട്ട് ആക്ഷൻസിലേക്ക് പോകണം. ഞങ്ങൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സെ കണ്ട് ഒരുമിച്ച് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇത് നോക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നത്, ഇത് പല സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഇരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് മുമ്പോട്ട് അതിൻ്റെ ഒരു പടിപടിയായിട്ട് നമുക്ക് ഉറപ്പായിട്ട് ഈ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോൾ അടുത്ത വെല്ലുവിളി. നവമി ദിനേശിലേക്ക്. നവമി, ഈ WCCയുടെ തുടക്കം മുതലുള്ള ചലച്ചിത്ര പ്രവർത്തകയായിട്ടുള്ള ബീന പോളിന്റെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറായത്. അതിനു മുൻപ് ഈ മുഖ്യമന്ത്രിയുടെ കൈവശം നേരിട്ട് ഹേമ കമ്മിറ്റി 3 അംഗ സംഘം ഈ റിപ്പോർട്ട് കൈമാറിയതാണ്. ഇന്നലെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് അതായത് സിനിമാ മന്ത്രിയായിട്ടുള്ള മന്ത്രി സജി ചെറിയാൻ ഈ റിപ്പോർട്ടിലെ മറ്റു കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, ഒരു പേരും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ആയിക്കോട്ടെ, പക്ഷേ മുഖ്യമന്ത്രിയുടെ കൈവശം, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കൈവശം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്ത് നടപടി ഇതുവരെ സ്വീകരിച്ചു എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു. അതോടൊപ്പം ഇതിന്റെ തുടർ നടപടി,
2019 ഡിസംബറിലെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇതുവരെ 4.5 വർഷം കഴിഞ്ഞിട്ടും എന്ത് നടപടി സ്വീകരിച്ചു? സ്ത്രീ സുരക്ഷ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയ ഈ സർക്കാർ, അതായത് WCCയുടെ മുന്നേറ്റങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സിനിമാ സെറ്റുകളിലെ ഈ ICC പോലുള്ള സംവിധാനങ്ങൾ പരാജയമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഒരു പരാതി പരിഹാര സെല്ല് മാത്രം പോരാ, ഒരു ട്രിബ്യൂണൽ കൂടി നിയമിക്കണം എന്നൊരു നിർദ്ദേശം ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും എന്ത് നടപടിയാണ് ഇതുവരെ ഈ സർക്കാർ സ്വീകരിച്ചത്? നവമി, ടോം, സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സിനിമയിലെ ലഹരി ഉപയോഗം, കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സമൂഹത്തിനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വാർത്തയാകാത്തതോ ഒന്നുമല്ല. നമുക്കറിയാം, സിനിമാ മേഖലകൾക്കെതിരെ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണം ഇതിനു മുൻപ് പലതവണ പുറത്തു വന്നതാണ്. അത് കേസെടുക്കുന്നതും കേസെടുക്കാത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. കാസ്റ്റിംഗ് കൗച്ചുകളുണ്ട്. ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകളും മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇതിൽ പുതുതായി എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കേൾക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇരകളാക്കപ്പെട്ടവരുടെ പേരുകൾ ഒഴിവാക്കണം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആരോപണ വിധേയരെ എന്തിനാണ് സർക്കാർ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ആരോപണ വിധേയരായവരുടെ പേരുകൾ പുറത്തുവിടാൻ സർക്കാരോ കമ്മീഷനോ മടിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും സർക്കാർ വൃത്തങ്ങളിൽ നിന്നും മറുപടി ലഭിക്കുന്നില്ല. 4.5 വർഷം കഴിഞ്ഞു. ഈ റിപ്പോർട്ട് സർക്കാർ സൂക്ഷിക്കുന്നു. അതൊന്ന് തുറന്നു നോക്കാനോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന, സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന സർക്കാർ സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഇത്ര വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്ര വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരേക്കും നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കാത്തത്? അത് ഈ പറയുന്നത് പോലെ തന്നെ ഈ പവർ മാഫിയയുടെ ബലത്തിലാണോ അല്ലെങ്കിൽ ആ പവർ മാഫിയയ്ക്ക് വഴങ്ങുകയാണോ സർക്കാർ എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. അത് തന്നെയാണ് WCC അടക്കമുള്ള സംഘടനകളിലെ അംഗങ്ങളും ഒപ്പം തന്നെ പൊതുസമൂഹവും ഒക്കെ ചോദിക്കുന്നത്. സംവിധായകൻ വിനയനായിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ പ്രതികരിച്ചവരായിക്കോട്ടെ, ബീന പോൾ അടക്കം ഉള്ളവർ പറയുന്ന കാര്യം, ഇത്തരത്തിലുള്ള സർക്കാരിന്റെ 5 വർഷം സർക്കാരിന്റെ ഭാഗത്തും ഈ റിപ്പോർട്ട് ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിലേക്കൊരു നടപടിയെടുക്കാതെ അല്ലെങ്കിൽ കേസുമായോ നിയമ നടപടിയുമായോ സർക്കാർ ഒരു നിർദ്ദേശം നൽകാഞ്ഞത്? എന്തുകൊണ്ടാണ്? ഈ ഒരു പവർ ഗ്രൂപ്പിനെ സർക്കാരിന് പേടിയാണോ എന്ന് തന്നെയാണ് നമുക്കിവിടെ സംശയിക്കാനുള്ളത്. എന്തായാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്നലെ നടി രഞ്ജിനി അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ WCCയുടെ ഒരു പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിൽ ICC രൂപീകരിച്ചത്. അതായത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി. ഈ കമ്മിറ്റിയിൽ, അതായത് അവിടെ ഉള്ള ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ സ്ത്രീകളുടെ തന്നെ ആ ഒരു കംപ്ലൈന്റ് കമ്മിറ്റിയിൽ അത് പരാതി നൽകാനുള്ളൊരു അധികാരമുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ICC രൂപീകരിക്കുന്നു. പക്ഷേ അതിൽ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. ആ പരാതിപ്പെടുന്ന അല്ലെങ്കിൽ പരാതി പറയുന്ന സ്ത്രീകൾ തന്നെ ആർക്കെതിരെയാണോ പരാതി പറയുന്നത് അല്ലെങ്കിൽ ആരോപണ വിധേയനായവന് തന്നെ ഈ വാർത്ത ചോർത്തിക്കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ പരാതി കൈമാറുന്നു. വീണ്ടും ഈ പരാതി പറയുന്ന നടിമാർ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് ടെക്നീഷ്യന്മാർ അവിടെ വീണ്ടും തഴയപ്പെടുന്നു. അവരെ സിനിമാ മേഖലയിൽ നിന്നും പുറത്താക്കുന്നു. ആ നടിമാരെ മറ്റ് സിനിമകളിൽ അഭിനയിപ്പിക്കരുതെന്ന് ഇവരുടെ ഒരു സംഘടനയ്ക്ക് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ഒരു വിധത്തിലും സ്ത്രീകൾക്ക് ശബ്ദമുയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ കഴിവ് കാണിച്ചുകൊണ്ട്, കഴിവ് തെളിയിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അതിന് നടി രഞ്ജിനി തന്നെ ഇന്നലെ തുറന്ന് മാധ്യമങ്ങളോട് അത് പറയുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാരോ അല്ലെങ്കിൽ നിയമ വകുപ്പോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതി നൽകാത്തതെന്ന് ഇപ്പോഴും നമുക്ക് ആശ്ചര്യമായി തുടരുന്നു. എന്തായാലും ഡാൻ കുര്യൻ അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു, സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് എത്രത്തോളം, അത് ഏത് വിധത്തിലായിരിക്കും ആ പരാതി അന്വേഷിക്കുക അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഈ ഹേമ കമ്മിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം അതായത് ഉണ്ട്. പക്ഷെ അവിടെയും ആശ്ചര്യപ്പെടുത്തിയ കാര്യം, ഈ സൂപ്പർ താരങ്ങൾ ആരും നമ്മുടെ മലയാള സിനിമയിലെയോ അതല്ലെങ്കിൽ അമ്മ നേതൃത്വമോ ഈ വിഷയത്തിൽ ഇതുവരെ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടില്ല. അമ്മയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പിന്നീട് പഠിച്ചിട്ട് പറയാമെന്നൊക്കെ വളരെ ലാഘവത്തോടു കൂടിയുള്ള പ്രതികരണമാണ് ഉണ്ടായത്. എന്നാൽ അവിടെ ഒറ്റപ്പെട്ട ചില ബീന പോളിനെ പോലെ അല്ലെങ്കിൽ ഹരീഷ് പേരടിയെ പോലുള്ളവരുടെ അല്ലെങ്കിൽ വിനയനെ പോലുള്ള ഏതാനും ചലച്ചിത്ര പ്രവർത്തകരുടെ
പ്രതികരണങ്ങൾ, അവർ മാത്രമാണ് പരസ്യമായി രംഗത്തെത്തിയത് ഈ വിഷയത്തിൽ. അമ്മ ഉടനടി ഈ വിഷയത്തിലൊരു മറുപടി പറയും, നിലപാട് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാമോ നവമി? ടോമി, റിപ്പോർട്ട് പുറത്തു വരണമെന്ന് പോലും ഇതുവരെയും ഒരു സിനിമാ സംഘടനയിലെയോ അല്ലെങ്കിൽ AMMയിലെയോ ആരും തന്നെ ഇതുവരേക്കും മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയോ സർക്കാരിനോട് ഈ ഒരു ആവശ്യം പ്രകടിപ്പിക്കുകയോ വിവരാവകാശ കമ്മീഷനോട് ഈ ഒരു കത്തയക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിലെ അടക്കം മാധ്യമ പ്രവർത്തകരുടെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അവർ നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത്. സിനിമാ സംഘടനയിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതറിയേണ്ട, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അതെങ്ങനെ പരിഹരിക്കാം എന്ന് ആദ്യം രംഗത്തെത്തേണ്ടത് സിനിമാ മേഖലയിലുള്ളവരാണ്. അവരാരും തന്നെ ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ചില ചുരുക്കം നടന്മാരോ നടിമാരോ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയത്. ആസിഫ് അലി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരുന്നു. റിമ കല്ലിങ്കല് ഈ WCCയിലെ അംഗം കൂടിയാണ്, അവർ ചില രീതിയിൽ പ്രതികരണം നടത്തിയിരുന്നു. ഇങ്ങനെ ചില നിലപാടുകൾ തുറന്നു പറയുന്ന അല്ലെങ്കിൽ സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന വ്യക്തികളല്ലാതെ സിനിമയിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനയിലുള്ളവരോ ആരും തന്നെ, ഫെഫ്ക ഇത്രമാത്രം സംഘടനയുണ്ട് സിനിമയുടെ പേരിൽ, ഇവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അവർക്കൊക്കെ വലിയ രീതിയിൽ ആശങ്കയുണ്ട്, ഏതെങ്കിലും വിധത്തിൽ തങ്ങൾ പ്രതികരിച്ചാൽ തങ്ങൾക്കെതിരെ തന്നെ പരാതി വരുമോ എന്നുള്ളൊരു സംശയം അവർക്ക് തന്നെ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും പോലും അവരാരും പ്രതികരിക്കാൻ തയ്യാറാകാത്തത്. ഇന്ന് രാവിലെ കൂടി മാധ്യമങ്ങൾ ഇവർക്ക് മുന്നിലേക്ക് പോയിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഇവർ പറയുന്നത് ഇപ്പോൾ തങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല, കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നീട് വിശദമായി പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്ന്. എന്തായാലും മാധ്യമങ്ങളടക്കം ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് 2:30 കൂടി പുറത്തു വന്ന റിപ്പോർട്ട് ഇന്ന് ഈ സമയം കഴിഞ്ഞിട്ടും 2:30 കഴിഞ്ഞിട്ടും അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് തീർച്ചയായും അവർക്ക് ഭയപ്പാടുള്ളത് കൊണ്ടാണ്. വരും ദിവസങ്ങളിലെങ്കിലും ഈ അമ്മ സംഘടന കഴിഞ്ഞ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും അമ്മ നേതൃത്വം ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല, ഒരു മറുപടി പറഞ്ഞിട്ടില്ല, കൃത്യമായൊരു ശക്തമായൊരു നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം പോലും അമ്മ ഉയർത്തിയിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങണം, പോലീസിന് ഈ റിപ്പോർട്ട് കൈമാറണമെന്നാണ് പറയാനുള്ളത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. വടക്കൻ കേരളത്തിൽ റെയിൽ